ഹലോ, നമ്മൾ പാലിയോലിത്തിക് ഏജ് വെറും 5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിന്റെ തുടക്കത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ലെറ്റർ ആണ് കാണുന്നത്. ആരാണ് ലെറ്റർ എഴുതിയേ? ജവഹർലാൽ നെഹ്റു. ആർക്കാണ് എഴുതിയത്? അദ്ദേഹത്തിന്റെ മകൾക്ക്. ഇനി എന്താണ് ലെറ്ററിൽ പറയുന്നത്? ആ ലെറ്ററിൽ നമ്മുടെ ഭൂമിയിൽ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ ആ കത്തിൽ പറയുന്നുണ്ട്, നമ്മൾ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് മനുഷ്യന് ബുദ്ധി ഉണ്ട് എന്നുള്ളത്, ഇന്റലിജൻസ് ഓഫ് മാൻ. ആ സമയത്ത് മനുഷ്യരാരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ മനുഷ്യർക്ക് ആകെ അവരുടെ നേരെ കല്ലെറിയാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരെന്ത് ചെയ്തു? ആ കല്ല് ഉപയോഗിച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിന്റെ എക്സാമ്പിൾസ് ആണ് ആക്സസ്, അതുപോലെ സ്പിയേഴ്സ്, ഇത് കുന്തം പോലെ അല്ലേ, പിന്നെ നീഡിൽസ്, നമ്മൾ സൂചിയും നൂലും, അതൊക്കെയാണ് അവർ ഉണ്ടാക്കിയത് സ്റ്റോൺ കൊണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച ടൂൾസ് ഏതൊക്കെയാണ്? ആക്സസ്, സ്പിയേഴ്സ്, സ്റ്റോൺ നീഡിൽസ്. എന്തിനായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയത്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആനിമൽസ് അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അവർക്ക് അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ, അതിനു വേണ്ടിയിട്ട്. 2, അവർക്ക് തിരിച്ച് ആനിമൽസിനെ ഒന്ന് ഹണ്ടും ചെയ്യണം. അങ്ങനെ ഹണ്ടിങ്ങും അതുപോലെ പ്രൊട്ടക്ഷനും ആണ് 2 യൂസസ് ഓഫ് സ്റ്റോൺ ടൂൾസ്. ആദ്യമൊക്കെ ഇവർ ഈ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാട്ടോ ഈ ടൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ പിന്നെ ഇവർ സ്റ്റോൺ മാറ്റിയിട്ട് മെറ്റൽസ് ഉപയോഗിച്ചിട്ട് ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. എന്തിനാപ്പം നമ്മളിത് പറഞ്ഞത്? എന്താന്ന് വെച്ചാൽ നമ്മുടെ ആർക്കിയോളജിസ്റ്റുകൾ ഹ്യൂമൻ ഹിസ്റ്ററിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിസിലാണ് ഡിവൈഡ് ചെയ്തത്? നമ്മൾ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണോ ആ ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയത് അതിന്റെ ബേസിസിൽ. അപ്പൊ സ്റ്റോൺ ഏജിൽ എന്താണ്? സ്റ്റോൺ ഉപയോഗിച്ച് ടൂൾസ് ഉണ്ടാക്കി. മെറ്റൽ ഏജിൽ എന്താണ്? മെറ്റൽ ഉപയോഗിച്ചിട്ട് ടൂൾസ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഓരോന്നും പഠിക്കാം. അപ്പൊ സ്റ്റോൺ ഏജ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ടൂൾസും വെപ്പൺസും ആയുധങ്ങളും ഉണ്ടാക്കി. ഇനി സ്റ്റോൺ ഏജിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിസിൽ? നമ്മൾ ഈ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച മെത്തേഡിന്റെ ബേസിസിൽ സ്റ്റോൺ ഏജിനെ പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് എന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലിയോലിത്തിക് ഏജിനെ പറ്റി പഠിക്കാം. പാലിയോലിത്തിക്കില് നമ്മൾ റഫ് ആയിട്ടുള്ള ഒരു പരിക്കനായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചത്. ഇനി നമ്മൾ ഈ ടൂൾസ് യൂസ് ചെയ്യുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ്. ഒന്നാമത്തെ സ്റ്റേജ് ആണ് യൂട്ടിലൈസേഷൻ, അതായത് എങ്ങനെയാണോ ആ സ്റ്റോൺ ഉള്ളത് അതേപോലെ ഉപയോഗിക്കുക, അതിന്റെ ഷേപ്പ് ഒന്നും ചേഞ്ച് ചെയ്യാതെ ഉപയോഗിക്കുക. രണ്ടാമത്തെയാണ് ഫാഷനിങ്, അതായത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഈ സ്റ്റോണിന്റെ ഷേപ്പ് മാറ്റുക. മൂന്നാമത്തെയാണ് സ്റ്റാൻഡർഡൈസേഷൻ, അതായത് നമ്മൾ ഓരോ പർപ്പസിന് വേണ്ടിയും ഓരോ ടൂൾസ് ഉണ്ടാക്കുക. അപ്പൊ ടൂൾസ് യൂസ് ചെയ്യുന്ന 3 സ്റ്റേജസ് എന്തൊക്കെയാണ്? യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡർഡൈസേഷൻ. ഇനി ഉണ്ടല്ലോ, നമ്മളൊരു കല്ലെടുത്ത് 2 പീസായിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ അതിലെ വലിയ പീസിനെ നമ്മൾ കോർ എന്ന് വിളിക്കും, ചെറിയ പീസിനെ ഫ്ലേക്സ് എന്ന് വിളിക്കും. ഈ കോർ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ടൂൾസിനെ കോർ ടൂൾസ് എന്നും ഈ ഫ്ലേക്സ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ടൂൾസിനെ ഫ്ലേക്ക് ടൂൾസ് എന്നും വിളിക്കും. അങ്ങനത്തെ കുറച്ച് ടൂൾസിന്റെ എക്സാമ്പിൾസ് ആണ് പെബിൾ ടൂള്, ബൈഫേസ് കോർ ടൂള്, കോർ ഉപയോഗിച്ചുണ്ടാക്കിയ ടൂള്, ഫ്ലേക്ക് ടൂള്, ഫ്ലേക്ക് ഉപയോഗിച്ചുണ്ടാക്കിയ ടൂള്, ചോപ്പിംഗ് ടൂൾസ്, അതായത് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ്, പിന്നെ ബ്ലേഡ് ടെക്നിക് ഉപയോഗിച്ചുണ്ടാക്കിയ ടൂൾസ്, അത് നമ്മൾ വരയ്ക്കാനും എഴുതാനൊക്കെയാണ്. പാലിയോലിത്തിക് ഏജിന്റെ അവസാനമൊക്കെ ആയപ്പോൾ ഈ ആൾക്കാർ എല്ലുകൾ ഉപയോഗിച്ച് ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി അന്നത്തെ ആൾക്കാർ വരച്ചിരുന്ന പെയിന്റിങ്സ് ഒക്കെ നോക്കാം. അതിൽ ആദ്യം നമുക്ക് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാണിക്കുന്ന, അതായത് റിച്വൽസും ബിലീഫ്സും കാണിക്കുന്ന കുറച്ച് പെയിന്റിങ്സ് നോക്കാം. ഇത് ഫ്രാൻസിലെ ഷോവേയിൽ നിന്ന് കിട്ടിയ ഒരു ആനിമലിന്റെ പെയിന്റിംഗ് ആണ്. ഇതും ഫ്രാൻസിലാണ്, പക്ഷെ സ്ഥലം വേറെയാണ്, ലാസ്കോ. അവിടുത്തെ ആനിമലിന്റെ പെയിന്റിംഗ് ആണ്. പിന്നെയും ഫ്രാൻസ് ആണ്. അവിടുത്തെ കുസാക് കേവിൽ നിന്ന് കിട്ടിയ ഒരു ആനിമലിന്റെയും വിമന്റെയും ഫിഗർ ആണിത്. ഇനി ഫ്രാൻസ് അല്ല, റഷ്യയാണ്. റഷ്യയിലെ സെറൈസ്കിൽ നിന്ന് കിട്ടിയ ഐവറി കൊണ്ടുണ്ടാക്കിയ ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വീനസ് ഫിഗറൈനാണ് ഇത്. അങ്ങനെ റിച്വലും ബിലീഫും കഴിഞ്ഞു. ഇനി ആർട്ടിസ്റ്റിക് സ്കിൽസ്, അത് എവിടുന്നാ കിട്ടിയത്? സ്പെയിനിലെ ലാഗർമ കേവിൽ നിന്നാണ് കിട്ടിയത്. അവിടെ അവര് അസ്ഥികളിൽ, ബോൺസിലൊക്കെ എന്താണ് ചെയ്തിരിക്കുന്നത്? വരച്ചു വെച്ചിട്ടുണ്ട്, കാർവിങ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് എന്താ മനസ്സിലാവണെന്ന് വെച്ചാൽ, അന്നത്തെ ആൾക്കാര് പരസ്പരം ആശയവിനിമയം നടത്തിയത് ഈ ചിത്രങ്ങളിലൂടെയും ഈ ശില്പങ്ങളിലൂടെയാണ്. ഇനി അവരെങ്ങനെ കളർ ഉണ്ടാക്കിയത്? അവർ ഈ പ്ലാന്റ്സും ട്രീ ബാക്സും ഫ്രൂട്ട്സും ഒക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് കുറച്ച് റെഡ് സ്റ്റോൺ പൗഡറുമായിട്ട് മിക്സ് ചെയ്തു. എവിടെയാണ് ഇവർ ചിത്രങ്ങളൊക്കെ വരച്ചത്? ഈ ഗുഹകളുടെ ഉള്ളില് സൂര്യവെളിച്ചം എത്താത്ത സ്ഥലത്താണ് ഇവർ ചിത്രങ്ങളൊക്കെ വരച്ചത്. സ്റ്റോൺ ഒക്കെ ഭയങ്കര കട്ടിയല്ലേ, എങ്ങനെയാ അവർ ഇതിൽ വരച്ചത്? ഇവര് സ്റ്റോൺ നീഡിൽസും അതുപോലെ ഷാർപ്പ് ആയിട്ടുള്ള വെപ്പൺസും ഉപയോഗിച്ചിട്ടാണ് വരച്ചത്. ഇനി നമ്മൾ ആ കേവിന്റെ സീലിംഗിൽ മുകൾ ഭാഗത്ത് നോക്കിയാലും ഒരുപാട് ചിത്രങ്ങൾ കാണാം. ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അന്നത്തെ കാലത്തെ മനുഷ്യരുടെ ഇന്റലക്ച്വലും ടെക്നിക്കൽ സ്കിൽസും ആണ്. ഇനി നമുക്ക് പാലിയോലിത്തിക് ഏജ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? അവർ റഫ് സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? അവർ താമസിച്ചിരുന്നത് ഗുഹകളിലും ഓപ്പൺ സ്പേസസിലും ആണ്. പിന്നെ അവർ എന്ത് ചെയ്താ ജീവിച്ചത്? ഹണ്ടിങ്ങും ഗാദറിങ്ങും. അവരും ഫാമിലി ഒക്കെ ആയിട്ടാണ് ജീവിച്ചത്. അവിടെ ഫാമിലി എന്നല്ല പറയാ, ബാൻഡ്സ് എന്നാണ് പറയാ. ഈ ബാൻഡിൽ എത്ര ആൾക്കാരുണ്ടാവും? 100-നേക്കാളും താഴെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ബാൻഡിലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ബ്ലഡ് റിലേഷനിൽ പെട്ട ആൾക്കാരായിരിക്കും. പിന്നെ മെന്നിന്റെ ജോലി എന്താണ്? ഹണ്ടിങ്. അതുപോലെ വിമന്റെ ജോലി എന്താണ്? ഗാദറിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ അവര് ഭക്ഷണം ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കില്ലായിരുന്നു കേട്ടോ. അവര് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ജീവിക്കില്ല, ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കും. അതിനാണ് നൊമാഡിക് ലൈഫ് എന്ന് പറയാ. അപ്പൊ നമ്മൾ പഠിച്ച 8 പോയിന്റ് ആണ് ഈ സമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പാലിയോലിത്തിക് ഏജ്.